ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പേര് വിനി. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിനെ കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കറിയാവുന്ന രീതിയിലുള്ള വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. കുട്ടികൾ നല്ല ഇംഗ്ലീഷ് കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറയില്ല അവർ വലുതാവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല കുറേ സെൻറ്റൻസുകളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് കുട്ടികൾ അവരോട് സംസാരിക്കാൻ പറ്റിയ എളുപ്പമുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഒതുങ്ങിയിരിക്കില്ല അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുകയോ കണ്ണെഴുതി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുമോ, എങ്ങനെ പറയും? സ്റ്റേ സ്റ്റിൽ. സ്റ്റിൽ എന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുക. സ്റ്റിൽ വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകാത്ത, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെച്ചാൽ സ്റ്റാഗ്നൻ്റ് ആണ്. പക്ഷേ ഇങ്ങനെ ഒട്ടും ഓളങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന വെള്ളമില്ലേ, അതിന് സ്റ്റിൽ വാട്ടർ എന്ന് പറയും. അപ്പോൾ സ്റ്റേ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കൂ. ഓക്കെ. ഇനി കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വൃത്തിയുടെ അഴുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, പെയിൻറ്റിങ് മുതലായ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന സ്ഥലം മുഴുവൻ വൃത്തികേടായിരിക്കും. അല്ലെങ്കിൽ ടോയ്സ് വെച്ച് കളിക്കുകയാണെങ്കിൽ എല്ലാം ചെതറി കിടക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ പറയും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂ, എങ്ങനെ പറയും? അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്യാം, അങ്ങനെ പറയും. ലെറ്റ്സ് ക്ലീൻ അപ്പ് ടുഗെദർ. ലെറ്റ്സ് ക്ലീൻ അപ്പ് ടുഗെദർ. ഓക്കെ. ഈ ടുഗെദറിൻ്റെ സ്പെല്ലിംഗ് പലർക്കും പ്രശ്നം ഉണ്ടാവും. ടു ഗെറ്റ് ഹെർ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെല്ലിംഗ് ഓർത്ത് വയ്ക്കാൻ പറ്റും. ടു ഗെറ്റ് ഹെർ, അവളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിൽ ടു ഗെറ്റ് ഹെർ. ആ അർത്ഥവും ടുഗെദറും നമ്മൾ യാതൊരു ബന്ധവുമില്ല. സ്പെല്ലിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് പറഞ്ഞതാണ് കേട്ടോ, ടുഗെദർ. ഓക്കെ. ഇനി അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല കുട്ടി എന്ന് പറയില്ലേ, ഗുഡ് ജോബ്, അങ്ങനെ പറയാം, ഗുഡ് ജോബ്. ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടി ശ്രമിച്ചിട്ട് പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. പകരം നീ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ എന്ന് പറയില്ലേ. ക്യാൻ യു ട്രൈ അഗെയിൻ, ക്യാൻ യു ട്രൈ അഗെയിൻ അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എഴുതാൻ ശ്രമിച്ചു, നടക്കണില്ല, ഒന്നുകൂടെ നോക്കൂ. എപ്പോഴും നമ്മൾ അവരെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കണമല്ലോ. എന്നാലല്ലേ ഈ ട്രൈ ആൻഡ് ട്രൈ അഗെയിൻ അൺടിൽ യു സക്സീഡ് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. നമ്മൾ ശ്രമിച്ചാലല്ലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഒരു തവണ നടന്നില്ലെങ്കിൽ അത് ഇട്ടിട്ട് പോരുതല്ലോ. അപ്പോൾ ക്യാൻ യു ട്രൈ അഗെയിൻ, ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപദേശം കൊടുക്കുമ്പോൾ ഇവന്മാർ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരെ, അപ്പം നമ്മൾ പറയാം നന്നായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ. ലിസൺ കെയർഫുള്ളി. ലിസൺ കെയർഫുള്ളി. നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുകയാണെങ്കിൽ ആ വഴിക്ക് നീ പോകരുത്, നീ പോകേണ്ടത് ഈ വഴിക്കാണ്, മനസ്സിലായോ? ലിസൺ കെയർഫുള്ളി, നല്ല ശ്രദ്ധിച്ച് കേൾക്കൂ. ഇനി ചില സമയത്ത് കുട്ടികളൊക്കെ കൂടി കളിക്കുന്ന സമയത്ത് ഒരാളുടെ ഊഴം കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾ ചെയ്യേണ്ടത്. അപ്പോൾ അല്ല ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് ചില പീക്കിരികൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ, നിൻ്റെ ഊഴം വരുമ്പോൾ അപ്പോഴാണ് നീ കളിക്കേണ്ടത്, അങ്ങനെ പറയാം. വെയിറ്റ് യുവർ ടേൺ, വെയിറ്റ് ഫോർ യുവർ ടേൺ എന്നും പറയാം. അവിടെ ഫോർ ഇല്ലെങ്കിലും ക്യാഷ്വലായി ഉപയോഗിക്കുക കേട്ടോ. വെയിറ്റ് യുവർ ടേൺ, നിൻ്റെ അവസരം വരുന്നവരെ വെയിറ്റ് ചെയ്യുക, വെയിറ്റ് യുവർ ടേൺ. ഇനി ചില സമയത്ത് ഈ കുട്ടികൾക്ക് ചെറിയ അനിയന്മാരും അനിയത്തിമാരൊക്കെ ചെറിയ വാവുകളുണ്ടെങ്കിൽ ഇവരൊക്കെ അങ്ങനെ പിടിച്ച് സ്നേഹം കാരണം ഞെക്കി അങ്ങോട്ട് ഒരു സ്നേഹപ്രകടനം ഉണ്ടല്ലേ. സ്നേഹം കൊണ്ടാണ്, പക്ഷെ എന്നാലും പതുക്കെ പതുക്കെ പിടിക്കുമെന്ന് പറയില്ലേ. ലെറ്റ്സ് ബി ജെൻറ്റിൽ അല്ലെങ്കിൽ ബി ജെൻറ്റിൽ. കുട്ടീനെ കുറച്ച് സൗമ്യമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ. ബി ജെൻറ്റിൽ, ബി ജെൻറ്റിൽ. ഓക്കെ. ഇനി അവർ എവിടെയെങ്കിലും പോയി കളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൈ കഴുകുമോ. ടൈം ടു വാഷ് യുവർ ഹാൻഡ്സ്. അപ്പോൾ അതിനുള്ള സമയമാണ്. ടൈം ടു വാഷ് യുവർ ഹാൻഡ്സ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ടു വാഷ് യുവർ ഹാൻഡ്സ് ഫസ്റ്റ്. അല്ലെങ്കിൽ വെറുതെ ടൈമിന് വേണ്ട, വാഷ് യുവർ ഹാൻഡ്സ് ഫസ്റ്റ്, ആദ്യം കൈ കഴുകൂ. ഓക്കെ. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം സ്കൂളിലേക്ക് കുട്ടിയുടെ ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയില്ലേ. പ്ലീസ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. കൂട്ടുകാരോടൊക്കെ കൂടെ ഷെയർ ചെയ്യണേ. പ്ലീസ് ഷെയർ ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് സഹായിക്കാൻ പറ്റിയ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്. അപ്പോൾ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ സഹായിക്കാമോ എന്നാണ് അർത്ഥം. ഈ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കാമോ എന്ന് പറയാൻ
ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ്? ഇനി ചില സമയത്ത് വളരെ അക്ഷമരായ ആൾക്കാരുണ്ടാവില്ലേ കുട്ടികൾ, അപ്പോൾ കുറച്ചൊന്ന് ക്ഷമിക്കൂ. ബി പേഷ്യൻറ്റ്. ഇത് പലപ്പോഴും പറയേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. ബി പേഷ്യൻറ്റ് അല്ലേ? ബി പേഷ്യൻറ്റ്. ഇനി ആരെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ താങ്ക് യു പറയുമെന്ന്. സേ താങ്ക് യു, സേ താങ്ക് യു. ഈ താങ്ക് യുടെ പ്രൊനൗൺസിയേഷൻ ഇത്തിരി പ്രശ്നമാണ്. നമ്മൾ സ്കൂളിൽ പണ്ട് ചെറുപ്പത്തിലൊക്കെ ചിലർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട അല്ല, ഥ ആണ്. അതിന് ഇത്തിരി കാറ്റൂടെ വരണം. താങ്ക് യു, സേ താങ്ക് യു. കാറ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, താങ്ക് യു എന്ന് പറയരുത് കേട്ടോ. താങ്ക് യു. ഇനി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ നിൽക്കുകയാണ്, ഇപ്പോൾ സമയമായി നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ നമ്മളെന്താ പറയുക? സമയമായിട്ടോ എന്ന് പറയില്ലേ? ടൈം ടു ഗോ, ടൈം ടു ഗോ. ഈ ഗോ അത് പറയുമ്പോഴും നമ്മളതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഗോ, ഗോ, ടൈം ടു ഗോ. ഇനി ചില സമയത്ത് കുട്ടികൾക്ക് നല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയൂലേ, യു ആർ ബാഡ് എന്നൊക്കെ പറയും ചില സമയത്ത്. ഗോ, ഗോ വേ എന്നൊക്കെ പറയാറ്. അപ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ടാണ്. അപ്പോൾ നമ്മൾ അവരെ റിമൈൻഡ് ചെയ്യണം, അവരെ ഓർമ്മിപ്പിക്കണം. ലെറ്റ്സ് യൂസ് കൈൻഡ് വേർഡ്സ്. നമ്മൾ അങ്ങനെ പൊട്ട വാക്കുകളൊന്നുമല്ല, നല്ല വാക്കുകൾ ഉപയോഗിക്കണം. ലെറ്റ്സ് യൂസ് കൈൻഡ് വേർഡ്സ്. ഇതെന്താ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ പിള്ളേരോട് യു ഷുഡ് യൂസ് കൈൻഡ് വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇമ്പോസ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറയുക. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഈഗോ കയറും. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളും കൂടി ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ, ഇങ്ങനെ നമുക്ക് ചെയ്യാം. അതാണ് ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഉപയോഗിക്കണേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്താൽ കുറച്ച് ഈഗോ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലെറ്റ്സ് വെച്ചിട്ട് തുടങ്ങണം കേട്ടോ. ലെറ്റസ് ഡു എന്നൊക്കെ പറയുന്നത്. അപ്പം നല്ല വാക്കുകൾ ഉപയോഗിക്കാം നമുക്ക്. ലെറ്റ്സ് യൂസ് കൈൻഡ് വേർഡ്സ്. അല്ലെങ്കിൽ ആരെങ്കിലോടും ഇങ്ങനെ എന്തെങ്കിലും അടി ഒടിക്കുകയാണെങ്കിൽ ബി കൈൻഡ്. കുറച്ചുകൂടെ കൈൻഡ് ആവും. കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സ്വഭാവമാണ് കൈൻഡ്നെസ് അല്ലേ? സൗമ്യമായിട്ടുള്ള രീതിയിൽ. സൗമ്യമായിട്ടുള്ള രീതിയിൽ പറയുന്നത് ജെൻറ്റിൽ എന്നാണ്. എന്തെങ്കിലും വളരെ സൗമ്യമായിട്ട് എടുക്കുക, പിടിക്കുക എന്നൊക്കെ പറയാൻ ബി ജെൻറ്റിൽ. ഒരാളോട്ടുള്ള പെരുമാറ്റം അങ്ങനെ മുഷിച്ചതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബി കൈൻഡ്. ഇനി ചില സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് പാർക്കിലോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്താണ് കളിക്കാൻ താല്പര്യം? ഇപ്പോൾ വാട്ട് വുഡ് യു ലൈക്ക് ടു പ്ലേ? വാട്ട് വുഡ് യു ലൈക്ക് ടു പ്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ കുട്ടിക്ക് എന്താണ് ഇന്നൊരു പരിപാടിയിൽ ചെയ്യാൻ താല്പര്യം, അപ്പോൾ ആ പരിപാടി എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ കളിക്കാൻ എന്താണ് താല്പര്യം? വാട്ട് വുഡ് യു ലൈക്ക് ടു പ്ലേ. തിന്നാൻ എന്താണ് താല്പര്യം? വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്. കാണാൻ എന്താണ് താല്പര്യം? വാട്ട് വുഡ് യു ലൈക്ക് ടു, ടി വിയിലാണെങ്കിൽ വാച്ച് അല്ലേ. ചിലപ്പോൾ കാർട്ടൂൺ കാണുമായിരിക്കും. കാർട്ടൂൺ കാണുന്നത് അത്ര നല്ല കാര്യമല്ല അല്ലേ. ടി വി സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കണം. എന്നാലും വല്ലപ്പോഴൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറേ കാർട്ടൂൺ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നിനക്ക് കാണാൻ താല്പര്യം? വാട്ട് വുഡ് യു ലൈക്ക് ടു വാച്ച്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്ലീൻ അപ്പ് ചെയ്യാമെന്ന്, എന്ന് വെച്ചാൽ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ അപ്പ് ചെയ്യാൻ. പക്ഷേ ഒതുക്കിപ്പറക്കി വെക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള വാക്ക് പുട്ട് അവേ. ടൈം ടു പുട്ട് അവേ ദ ടോയ്സ്. ടോയ്സൊക്കെ ഒതുക്കിപ്പറക്കി വെക്കാൻ സമയമായി. ഇപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ. ഇപ്പോൾ ലെഗോ ബ്ലോക്സ് അല്ലെങ്കിൽ വുഡൻ ഓരോരോ ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ പെട്ടിയിലിട്ട് വെക്കണം. ടൈം ടു പുട്ട് അവേ ദ ടോയ്സ്, അല്ലെങ്കിൽ ലെറ്റ്സ് പുട്ട് അവേ ദ ടോയ്സ് ടുഗെദർ. നമ്മളതൊക്കെ നമുക്ക് എല്ലാം കൂടെ രണ്ടുപേർക്കും കൂടെ ഇത് ഒതുക്കി വെച്ചാലോ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് പുട്ട് അവേ ദ ടോയ്സ്. ചില സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും വരിക. അപ്പോൾ ചോദിക്കണ്ടേ, എന്താ നീ കരയണേ? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? അപ്പോൾ ഈ സെൻറ്റൻസ് വളരെ യൂസ്ഫുള്ളാണ്. എന്താ നീ തിന്നുകൊണ്ടിരിക്കണേ? വാട്ട്. എന്താണെന്ന് ചോദിക്കാൻ വാട്ട്. വാട്ട് ആർ യു ഈറ്റിംഗ്? വാട്ട് ആർ യു ഈറ്റിംഗ്? എന്താ കരഞ്ഞുകൊണ്ടിരിക്കണേ? വൈ ആർ യു ക്രൈങ്? വൈ, എന്തുകൊണ്ട്? വൈ ആർ യു ക്രൈങ്? ഇനിയിപ്പോൾ റൂമിൽ എന്തെങ്കിലുമൊക്കെ ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ പേപ്പറൊക്കെ ഇങ്ങനെ കീറി പറിച്ചിട്ട് ചുമരിലൊക്കെ വരച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളവിടെ ചെന്നാൽ എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണേ ഇവിടെ ചോദിക്കില്ലേ? വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണാണെങ്കിലോ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ അല്ലേ. നമ്മുടെ റൂമിലൊക്കെ കയറി വന്നിട്ട് ചിലപ്പോൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ടാവും. എൻ്റെ മുറിയിൽ കയറിയിട്ട് നിനക്ക് എന്താ കാര്യം? വാട്ട് ആർ യു ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കാം. ഇനി എന്തെങ്കിലുമൊക്കെ
എടുക്കാൻ പാടില്ലാത്ത എടുക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അയ്യോ അത് നല്ല കാര്യമല്ല കേട്ടോ, വേണ്ട എന്ന് പറയില്ലേ. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. അതൊരു നല്ല ഐഡിയ അല്ല കേട്ടോ ചെയ്യാൻ പോണത്, നിനക്കതിപ്പോൾ എടുക്കണം എന്നല്ലേ, അത് വേണ്ട. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. നമ്മൾ ഈ നോ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈഗോ ഹേർട്ടാവും. ചിലപ്പോൾ അത് തന്നെ നമ്മുടെ മുന്നിലല്ലെങ്കിൽ നമ്മളില്ലാത്ത സമയത്ത് ചെയ്യും. അപ്പോൾ നല്ലൊരു കാര്യം അല്ലാന്ന് തോന്നുന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഈഗോ ഹേർട്ട് ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് ഈഗോ നന്നായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ ഈ അധികാരം കാണിച്ച് ഓരോന്ന് പറയാൻ ശ്രമിച്ചാൽ അവർ കുറച്ച് റിബല്യസ് ആവും. അപ്പോൾ അതിനിങ്ങനെയൊക്കെ കുറച്ച് മയത്തി പറയുന്നത് നന്നായിരിക്കും. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ. ഇനി ശ്രദ്ധിക്കണേ, പ്ലീസ് ബി കെയർഫുൾ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള എഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, പ്ലീസ് ബി കെയർഫുൾ, ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്ലീസ് ബി കെയർഫുൾ. ഇനി ഹോംവർക്ക് ചെയ്യാത്ത കുട്ടിയുടെ അടുത്ത് നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ ചോദിക്കില്ലേ എന്താ ചെയ്യാത്തതെന്ന്, അങ്ങനെ പറയും. ഇത് ഒരു കോമൺ ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ എങ്ങനെ പറയും? അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന സെൻറ്റൻസുകൾ ഇഫ് വെച്ചിട്ടാണ് തുടങ്ങുക. ഇഫ് യു ഡോണ്ട് ഡു യുവർ ഹോംവർക്ക്, നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഡു യുവർ ഹോംവർക്ക്, ടീച്ചർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താ നീ ചെയ്യാതിരുന്നേന്ന്. യുവർ ടീച്ചർ മൈറ്റ് ആസ്ക് വൈ ഇറ്റ്സ് നോട്ട് ഡൺ, എന്താ അത് ചെയ്യാതിരുന്നേന്ന് ടീച്ചർ ചിലപ്പോൾ ചോദിക്കും നിൻ്റെ അടുത്ത്. യുവർ ടീച്ചർ മൈറ്റ് ആസ്ക് വൈ ഇറ്റ്സ് നോട്ട് ഡൺ. ഇത്തിരി ലോങ് സെൻറ്റൻസ്, ഈ ഒറ്റ സെൻറ്റൻസ് ഇങ്ങനെ ലോങ് ആയിട്ടുള്ളൂ, ഇത് ആവശ്യം വരും. കുട്ടികൾ ഹോംവർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ ഈ സെൻറ്റൻസ് ആവശ്യം വരും. ഇഫ് യു ഡോണ്ട് ഡു യുവർ ഹോംവർക്ക്, യുവർ ടീച്ചർ മൈറ്റ് ആസ്ക് വൈ ഇറ്റ്സ് നോട്ട് ഡൺ. ഇനിയിപ്പം കുട്ടി എന്തെങ്കിലും കാര്യം കൊണ്ട് വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പകച്ചിരിക്കുകയൊക്കെ ആണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കില്ലേ, വാട്ട്സ് റോങ്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻഡ്, വാട്ട്സ് റോങ്, എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ, വാട്ട്സ് റോങ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വാട്ട്സ് റോങ്. ഇനി എസ്പെഷ്യലി കുട്ടികൾ നമ്മൾ കളിക്കുമ്പം ചിലപ്പോൾ പോയിട്ട് അടുത്ത കുട്ടിക്ക് ഒരു ഒറ്റ ചവിട്ടോ ഇടിയോ ഒറ്റ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അവന് മനസ്സിലായി അയ്യോ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന്. അവനൊരു ദേഷ്യം പിടിച്ച് നിൽക്കലോ ഒരു പ്രത്യേകതരം നിപ്പൊക്കെ ഉണ്ടല്ലോ അവന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്താ നീ ഇത് ചെയ്തെന്നൊക്കെ അങ്ങനെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി അവരുടെ ആ എന്താ പറയുക സെൽഫ് റീഗെയിൻ ചെയ്തിട്ട്, അവരുടെ ആ കൺട്രോളൊക്കെ ഒന്ന് റീഗെയിൻ ചെയ്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം അല്ലേ, എന്താ സംഭവിച്ചതെന്ന് സംസാരിക്കണം. അങ്ങനെയാണ് കുട്ടികളെ നമ്മൾ എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി മാറ്റുക. അല്ലാണ്ട് നമ്മൾ കുറേ ചീത്ത പറഞ്ഞിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ അവർ അതിനേക്കാളും വലിയ സംഭവങ്ങൾ ചെയ്യും. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി അവരെടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക അവൻ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം ഈ സംഭവിച്ച കാര്യമില്ലേ അതിനെക്കുറിച്ച് നിനക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നൊരു കോമൺ രീതിയാണേ. ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്, ഇപ്പോൾ ഈ സംഭവിച്ചതിനെക്കുറിച്ച് നിനക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ അവൻ പറയും ഹി ഹിറ്റ് മീ, ദെൻ ഐ ഹിറ്റ് ഹിം ബാക്ക്, ഐ എം സോറി എന്നൊക്കെ ചിലപ്പോൾ പറയാം. അങ്ങനെ ഒരു സ്വയം ഒരു എന്താ പറയുക സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് തുടങ്ങിപ്പിക്കണം അങ്ങനെ കുട്ടികളെ നമ്മൾ സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. അവർ ചെയ്ത കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരെടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ അങ്ങോട്ട് ഷൗട്ട് ചെയ്യണേക്കാളും ആ നടന്ന സംഭവം അവരെ കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യിക്കുന്നതൊക്കെ നന്നായിരിക്കും. അതിൽ നമ്മൾ ആക്രോശിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് പഠിച്ചു വെച്ചോളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുമല്ലോ കുട്ടികളല്ലേ. അപ്പോൾ ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്, എനിക്ക് ഇപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നിനക്ക് സംസാരിക്കണോ ഒന്നും മലയാളത്തിൽ അങ്ങനെ ഒരിക്കലും പറയില്ല. നമ്മളെപ്പോഴും എന്താ സംഭവിച്ചത്, എന്താണ് ചെയ്തതെന്ന് ചോദിക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മയത്തിൽ ഇങ്ങനെ ചോദിക്കാം. ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ്, ഡു യു വോണ്ട് ടു ടോക്ക് അബൌട്ട് വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്, ഇപ്പോൾ സംഭവിച്ചതിനെക്കുറിച്ച് നിനക്ക് സംസാരിക്കണോ. ഇനിയിപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും സുഖമില്ലെങ്കിൽ ആർ യു ഓക്കെ ചോദിക്കാം. ആർ യു ഓക്കെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുഴപ്പമുണ്ടോ, ആർ യു ഓക്കെ. ഇനി എക്സാമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോട് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വരിക, ടെസ്റ്റൊക്കെ ഉണ്ടാവും, ഡിക്റ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടല്ലോ പോവുക, പഠിപ്പിച്ച് കൊടുക്കുക, അവിടെ ചെന്ന് എല്ലാം കൊള്ളാക്കും, തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കില്ലേ. ഹൗ ഡിഡ് ദ ടെസ്റ്റ് ഗോ, ഹൗ ഡിഡ് ദ ടെസ്റ്റ് ഗോ, എങ്ങനെ ഉണ്ടായിരുന്നു ടെസ്റ്റ്, ഹൗ ഡിഡ് ഇറ്റ് ഗോ, എങ്ങനെ പോയി കാര്യം, നന്നായി ചെയ്തോ എന്നാണ് ചോദിക്കണേ. ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ ചോദിക്കാം, ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ട് തന്നോ എന്ന് ചോദിക്കും. Did your teacher give you your progress report? Did your teacher give you, ടീച്ചർ നിനക്ക് തന്നോ എന്ത്, your progress report? ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ വെച്ചിട്ട് കുട്ടികളുടെ
അവരോട് എന്താ ചോദിക്കുക, പിന്നെ അവരോട് എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് കുട്ടികളെക്കുറിച്ചുള്ള അവർക്ക് പറ്റിയ വീഡിയോസ് ഇടാം. ഒരു കാര്യം പറയാനുള്ളത്, 4th ഗ്രേഡ് 5th ഗ്രേഡിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നന്നായി അറിയേണ്ട കുറേ സിറ്റുവേഷൻസൊക്കെ വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കിഡ്സ് കോഴ്സ്. കുട്ടികൾക്ക് അത് ഈ പ്രായത്തിലുള്ള കേട്ടോ, കാരണം ഓരോ ഏജിലും കുട്ടികൾ ഓരോ കാര്യങ്ങളിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഒരു 4th 5th ഗ്രേഡ് ആ ഒരു ഏജിൽ അറിയേണ്ട കാര്യങ്ങൾ ആ കോഴ്സിലുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കരിക്കുലമൊക്കെ എടുത്ത് നോക്കി നോക്കൂ. ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. അപ്പോൾ അത് വെറുതെ ഗ്രാമറായിട്ടല്ല, അവർക്ക് കുറേ എക്സസൈസസും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പറയണത്. ആ കോഴ്സ് 6 months ആണ് നമുക്ക് ആക്സസ് ഉള്ളത്. പക്ഷെ 2 മാസം കൊണ്ടൊക്കെ തീർക്കാവുന്നൊരു കോഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ലൈവ് അല്ല, പ്രീ റെക്കോർഡഡ് ആണ്. അപ്പോൾ കുട്ടിയുടെ സമയത്തിന് തീർക്കുക, എല്ലാ ദിവസവും ഇത്തിരി ഇരുന്ന് തീർക്കുക, അതാണ് എൻ്റെ പ്ലാൻ. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരിക്കും, കുറേ കുട്ടികൾ ചെയ്യാറുണ്ട്. അവർക്കൊക്കെ നല്ല ബെനിഫിഷ്യലാണ്. നമുക്ക് അങ്ങനെ ഒരു ഇപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണ് പറയുക എന്നുള്ളതൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിനെക്കാട്ടും ഒരു കോഴ്സ് അവരുടെ കൂടെ ഇരുന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക, ഇഷ്ടപ്പെട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.